കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ ദൈവം നമുക്ക് നൽകുന്ന വിലയേറിയ അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സംഭവബഹുലമായിട്ടുള്ള ദിവസങ്ങളാണ്, പകൽക്കാലമാണ് നമ്മെ വിട്ട് കടന്നു പോകുന്നത്. ഓരോ ദിവസവും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ചലഞ്ചിങ് ആണ്, പ്രതികൂലങ്ങൾ നിറഞ്ഞതാണ്, അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതാണ്. അതിന്റെ മധ്യത്തിലും ദൈവവചനത്തിന്റെ മുമ്പാകെ കടന്നു വരുവാനും വചനം ചിന്തിപ്പാനും ധ്യാനിപ്പാനും അതിൽ സന്തോഷിപ്പാനും ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ വിലയേറിയതാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. റോമാലേഖനം അതിന്റെ 8-ാം അധ്യായമാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അതിനെ തുടർന്നുള്ള ചില വേദഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 24-25 വാക്യങ്ങൾ പ്രാരംഭമായിട്ട് നമുക്ക് വായിക്കാം. അതിനോട് ചേർന്ന് 26-27 അത് തീരുന്ന മുറയ്ക്ക് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അതിലെ 24-25 വാക്യങ്ങൾ. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കും. കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശ്വാസികൾക്ക് ലഭ്യമായിട്ടുള്ള ഭാഗ്യകരമായിട്ടുള്ള തേജസ്സിനെ കുറിച്ച്, അവന്റെ തേജസ്കരണത്തെ കുറിച്ച്, അവന്റെ ഗ്ലോറിഫിക്കേഷനെ കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനായിട്ട് നമുക്ക് ധൈര്യം നൽകുന്ന, നമുക്ക് ഉറപ്പ് നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് തന്നെയാണ്. അതിനെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയാം. എന്തുകൊണ്ട് ഈ കാലത്തിലെ കഷ്ടങ്ങളെക്കാളുമൊക്കെ മികച്ചതായിട്ട്, അതിനെ ഓവർവെയ് ചെയ്യുന്നതായിട്ട് നമ്മുടെ തേജസ് നിൽക്കുന്നു? അതിന് 1-2 ഉദാഹരണങ്ങൾ പറയുന്നത് തൊട്ട് താഴെ നാം വായിച്ചത്, സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ അതിന്റെ ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് വിടുതൽ അത് ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഇന്ന് സൃഷ്ടിയെല്ലാം മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അത് വാനിറ്റിയിലാണ്. അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധിക്കാതെയുള്ള മോഹഭംഗത്തിലാണ്. പൂർണ്ണ അളവിൽ അതിൻ്റെതായിട്ടുള്ള പ്രൊഡക്ടിവിറ്റി നൽകുവാൻ, അതിന്റെ ദൈവ സൃഷ്ടിച്ചതിലുള്ള പർപ്പസ് നിറവേറ്റുവാൻ അതിന് സാധിക്കാതിരിക്കുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ എന്തെങ്കിലും വീഴ്ച കൊണ്ടല്ല, പിന്നെയോ മനുഷ്യൻ പാപിയായി തീർന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മനുഷ്യന്റെ പാപം കേവലം മനുഷ്യകുലത്തെ മാത്രമല്ല അത് പിടിച്ചുലച്ചത്, അത് പ്രപഞ്ചത്തെ ആകമാനം, ജന്തു ലോകത്തെയും സസ്യ ലോകത്തെയും അതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ മറ്റു ഘടകങ്ങളെയും ഒക്കെ അത് വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മനുഷ്യകുലത്തെ അത് വളരെ ഭയങ്കരമായിട്ട് വീഴ്ചയിലേക്ക് തള്ളിയിട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ പ്രപഞ്ചം പോലും അത്ഭുതപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ പ്രൊഡക്ടിവിറ്റി നൽകുവാൻ അതിന് സാധിക്കുന്നില്ല. അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഇന്ന് നാം കാണുന്ന പ്രപഞ്ചം ആ ഇന്നത്തെ ബിഹേവിയറിലല്ല ദൈവം അതിനെക്കുറിച്ച് ഉദ്ദേശിച്ചത്. അതിൽ നിന്ന് വളരെ താണ ഒരു നിലവാരത്തിൽ നാം ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ടു കഴിഞ്ഞു. മനുഷ്യന്റെ പാപഫലമായിട്ട് സൃഷ്ടിയുടെ മേൽ ദൈവത്തിന്റെ ശാപം വർഷിക്കുന്നതായിട്ട്, പിശാചിന് ശാപം വരുന്നതായിട്ട്, സ്ത്രീയോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നു, മനുഷ്യനോട് സംസാരിക്കുന്നു. ഇതൊക്കെ ആത്യന്തികമായിട്ട് ഈ പ്രപഞ്ചത്തിന്റെ ബാലൻസിനെ, അതിനെ മറികടക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അതിന്റെ എഫിഷ്യൻസിയെ ബാധിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അത് ദൈവത്തെ എത്രത്തോളം മഹത്വപ്പെടുത്താമോ അത് സാധിക്കാതെ വണ്ണം അത് മായയ്ക്ക് കീഴ്പ്പെട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് മൗനമായിട്ട് പ്രപഞ്ചം ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ദാസ്യത്വത്തിൽ നിന്നുള്ള വിടുതലിന്. അതിന് സംസാരിക്കുവാൻ നാവില്ലാത്തത് കൊണ്ട് സംസാരിക്കുന്നില്ല. പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു ഞരക്കത്തിലാണ്, ഗ്രോണിങ്ങിലാണ്. അതിന് ഒരു വിടുതലുണ്ട്. അതിനുവേണ്ടി അത് കാത്തിരിക്കുകയാണ്. അത് ഇന്ന് വരെ ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ ദാസ്യത്വത്തിൽ നിന്നുള്ള വിടുതൽ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന്റെ മറ്റൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ദൈവപുത്രന്മാരുടെ വെളിപ്പാടാണ്. അതായത് ദൈവമക്കളുടെ വെളിപ്പാട്, ദി റെവലേഷൻ ഓഫ് ദി സൺസ് ഓഫ് ഗോഡ്. അതിനെ പ്രപഞ്ചം വളരെ സർവ്വ സൃഷ്ടിയും ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നു. ഇന്ന് ഗുപ്തമായി ഇരിക്കുന്ന
ദൈവ മക്കൾ അല്ലെങ്കിൽ ദൈവജന സഞ്ചയം. ഇന്ന് അതിനെക്കുറിച്ച് പല നിലയിൽ നാം ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഗുപ്തമായിരിക്കുകയാണ് ദൈവത്തിന്റെ ജനം, ദൈവമക്കൾ ആരൊക്കെയാണ് എന്നുള്ളത്. എന്നാൽ അത് ഒരു ദിവസം പൂർണ്ണമായിട്ട് വെളിപ്പെടാൻ പോവുകയാണ്. നമുക്കറിയാം, എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കുന്ന രക്ഷയുടെ വലിപ്പവും വീണ്ടെടുപ്പിന്റെ ശ്രേഷ്ഠതയും ഒക്കെ വളരെ അത്ഭുത വിഷയമായിട്ട് ആ ദൂതന്മാർക്ക് പോലും അനുഭവപ്പെടുന്നുണ്ട്. സൃഷ്ടിയോടുള്ള ബന്ധത്തിലും അത് ഒരു പ്രത്യേക ഇവന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഏത് ഇവന്റാണ്? ദൈവപുത്രന്മാരുടെ വെളിപ്പാട്. ദൈവപുത്രന്മാരുടെ വെളിപ്പാട് സംഭവിക്കുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിങ്കലാണ്. കർത്താവിന്റെ രണ്ടാമത്തെ വരവിങ്കൽ ദൈവപുത്രന്മാർ പൂർണ്ണ നിലയില് ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ മഹത്വം എന്താണ്, അവരെ ദൈവം മുമ്പാകെ പ്രസന്റ് ചെയ്യുന്ന ആ ഒരു പ്രത്യേക റിവീലിംഗ്, വെളിപ്പെടൽ, അത് സംഭവിക്കാൻ പോവുകയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ സൃഷ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ യേശു കർത്താവിന്റെ വീണ്ടും വരവിനെ സൃഷ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി മറ്റൊരു ഗ്രോണിങ്ങിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. 23-ാമത്തെ വാക്യം, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഇത് വളരെ വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല, സാധിച്ചിട്ടില്ല. നമ്മുടെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ആത്മാവിന്റെ രക്ഷയും നമ്മുടെ ദേഹിയുടെ രക്ഷ പുരോഗമനപരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ശരീരം ഇന്നും ശാപത്തിന്റെ കീഴിലാണ്. അതിന് ഒരു വീണ്ടെടുപ്പ് നടന്നിട്ടേയില്ല. ശരീരത്തിൽ ഏതെങ്കിലും ഒരളവിൽ പോലും വീണ്ടെടുപ്പ് സാധിച്ചിട്ടില്ല. എന്നാൽ അത് സാധിക്കുന്നത് കർത്താവിന്റെ വരവിങ്കിലാണ്. വിശുദ്ധന്മാർ, മരിച്ചുപോയ വിശുദ്ധന്മാർ തേജസ്സോടെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുമ്പോൾ ആ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നൊടി നേരം കൊണ്ട് സംഭവിക്കാൻ പോവുകയാണ്. കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും എന്നാണ് നാം കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ഈ രൂപാന്തരം, ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം സംഭവിക്കുന്നത് അതൊരു വലിയ പ്രോസസ് അല്ല, ഒരു വലിയ കാലഘട്ടത്തിലൂടെയല്ല. അത് ദേഹിയുടെ രക്ഷയുടെ പുരോഗമനപരമായിട്ടുള്ള ക്രമപ്രദമായിട്ടുള്ള രീതിയിലുള്ള ഒരു രക്ഷയെക്കുറിച്ച് ദേഹിക്ക് പറയുന്നുവെങ്കിൽ അത്തരത്തിലല്ല ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുന്നത്. അത് അന്ത്യകാഹളനാദത്തിങ്കൽ നാം എല്ലാവരും, അതായത് ദൈവപുത്രന്മാർ എല്ലാവരും എന്ന് പറഞ്ഞാൽ കർത്താവിൽ വിശ്വാസം അർപ്പിച്ച സകല ദൈവജനവും ഒന്നുപോലും വിട്ടുപോകാതെ റിവീൽ ചെയ്യപ്പെടാൻ പോവുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ ഓരോ വിശ്വാസിയും, രക്ഷിക്കപ്പെട്ട ദൈവത്തിലും എന്താ, അവർ ഉള്ളിൽ ഞരങ്ങുന്നു. അവർക്ക് ഉള്ളിൽ ആ ഒരു ഗ്രോണിങ് ഉണ്ട്. എന്താ ഗ്രോണിങ് എന്ന് പറഞ്ഞാൽ? ഗ്രോണിങ് എന്ന് പറയുന്നത് അത്യധികമായിട്ടുള്ള ആകാംക്ഷയും കാംക്ഷയുമാണ്. അതിനു വേണ്ടിയിട്ട് അത്യധികമായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് ഈ ഗ്രോണിങ് എന്നുള്ളതിന്റെ അർത്ഥം. ഞരങ്ങുന്നു എന്നുള്ള വാക്ക് സാധാരണ നിലയിൽ ഈ പറഞ്ഞതുപോലെ ഒരു വിലാപത്തിന്റെയോ അല്ലെങ്കിൽ നിരാശയുടെയോ വാക്കുകളുടെ ധ്വനിയായിട്ടല്ല പറയുന്നത്. നാം പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഗ്രോണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിലയിൽ ഈ ശരീരത്തിൽ വസിക്കുന്ന ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ഈസ് നോട്ട് കംഫർട്ട് ഇൻ ദിസ് ബോഡി. ഈ ശരീരം അവർക്ക് അനുഗുണമല്ല. അവരുടെ വിശ്വാസ ജീവിതത്തെ എപ്പോഴും പിന്നോട്ട് വലിക്കുന്നതാണ്. നാം 7-ാമത്തെ അധ്യായത്തിൽ കണ്ടതുപോലെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, എന്താ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. ഇതാണ് ഗ്രോണിങ് എന്ന് പറഞ്ഞാൽ. പൗലോസിന്റെ ഗ്രോണിങ് അല്ലെങ്കിൽ ആ ഒരു ഞരക്കം എന്ന് പറഞ്ഞാൽ ഈ മരണത്തിന് അധീനമായ ശരീരം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദന ഈ ശരീരത്തിൽ ഒട്ടും കംഫർട്ടബിൾ ആണ്, ഒട്ടും സുഖം അനുഭവിക്കുന്നില്ല. അനുനിമിഷവും ദൈവാത്മാവിനോട് വിരോധമായിട്ട് പോരാടുന്ന ഒരു ശക്തിയുടെ പ്രേരണ ഒരു വിശ്വാസി അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു വീണ്ടും ജനിച്ച ദൈവവേദന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിച്ചിരുന്നുവെങ്കിൽ അതിന്റെ ആ ഒരു ഞരക്കത്തിന് ഒരു കാരണമുണ്ടെന്ന് മാത്രമല്ല, അതിനൊരു ഒരു പൂർത്തീകരണമുണ്ട്. അതെങ്ങനെ ഉറപ്പിക്കാം? എങ്ങനെ ഈ വിശ്വാസികളുടെ ഈ ഞരക്കത്തിന്റെ സാക്ഷാത്കാരം നടക്കും? ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആദ്യദാനമായിട്ട്, ഫസ്റ്റ് ഫ്രൂട്ടായിട്ട്
അല്ലെങ്കിൽ ഏറ്റവും വിലയേറിയ ഒരു ഒരു ഉറപ്പായിട്ട്, ഒരു മുൻകൂർ അഡ്വാൻസ് ആയിട്ട്, അച്ചാരമായിട്ട് ദൈവം തന്റെ മക്കൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോ ഈ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം, അപ്പോ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അഡ്വാൻസ് ആയിട്ട്, അച്ചാരമായിട്ട് ദൈവമക്കൾക്ക് നൽകിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഈ ഓരോ ദൈവവേദങ്ങളുടെയും ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സാധിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ ഞരക്കത്തിന് അവസാനം വരുത്തുക. അതിനു വേണ്ടിയിട്ടാണ്, ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിശ്വാസികളുടെ ഉള്ളിൽ നൽകിയിരിക്കുന്നത്. അതിനായിക്കൊണ്ടല്ലോ വീണ്ടെടുപ്പ് അവനെ കൊണ്ട് വീണ്ടെടുപ്പ് നാളിനായി നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത്. എഫേസ്യർ 4-ാം അധ്യായത്തിൽ നമ്മളത് കണ്ടതാണ്. അതായത് എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു? വീണ്ടും ജനിച്ച ഒരു ദൈവവേദനെ വീണ്ടും ജനനത്തിലേക്ക് നയിക്കുക മാത്രമല്ല, അവന്റെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുക മാത്രമല്ല, അവനെ ഈ ഭൂമിയിൽ വീഴാതെ വണ്ണം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല, ആനന്ദത്തോടെ തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമറ്റവരായിട്ട് നിർത്തുവാനായിട്ട്, അല്ലെങ്കിൽ തേജസ്സോടെ മുൻനിർത്തുവാനായിട്ട് ഉള്ള ഉറപ്പിന് വേണ്ടിയിട്ടാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. നാം മുമ്പും ഈ വാക്യം കണ്ടതാണ്. ഇതേ അധ്യായത്തിലെ 11-ാമത്തെ വാക്യത്തിൽ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അവനെ കൊണ്ട് ദൈവം എന്ത് ചെയ്യും? നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും അവൻ ജീവിപ്പിക്കും. അപ്പൊ അതിനു വേണ്ടി കൂടെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. അപ്പോ നാച്ചുറലായിട്ട് ദൈവമക്കൾക്ക് ഉള്ള ഈ ഒരു ഞരക്കം, ആ ഞരക്കത്തിന് ഒരു പരിസമാപ്തിയുണ്ട്. അതിനുറപ്പായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ വരവിങ്കൽ ആ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നൊടിയിടയിൽ പൂർത്തീകരിക്കും, കണ്ണിമയ്ക്കുന്നതിനിടയിൽ പൂർത്തീകരിക്കും. അപ്പൊ അതിന് വേറെ താമസമൊന്നുമില്ല. ഓക്കെ, നാം തെസലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നത് പോലെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങൾ എടുക്കപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ, ഇത് സംഭവിക്കുന്നത് ഈ കാഹളനാദത്തിങ്കൽ. പിന്നെ വേറെ വേറെ എന്തുവാ അതിന് വേണ്ടിയിട്ട് കൗണ്ട് ഡൗണിന്റെ ആവശ്യമൊന്നുമില്ല. സാധാരണ റോക്കറ്റ് ലോഞ്ചിങ്ങിന് കൗണ്ട് ഡൗൺ എന്ന് പറയുന്നത് തലേ ദിവസമേ ഇത്ര മണിക്കൂറിന് മുമ്പേ അത് ആരംഭിക്കുകയാണ്, അല്ലെ? അങ്ങനെ കൗണ്ട് ഡൗൺ ഒന്നും പിന്നെ ഇല്ല. ആ സമയമാകുമ്പോൾ കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ ഇതാ അന്ത്യകാഹള നാദത്തിങ്കൽ എന്ത് സംഭവിക്കാൻ പോവുകയാണ്? കണ്ണിമയ്ക്കുന്നതിനിടയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനായിട്ട് വ്യാപരിച്ച അതേ വ്യാപാര ശക്തി സകല മർത്യ ശരീരങ്ങളിലും വ്യാപരിച്ചിട്ട് വിശുദ്ധന്മാരെ നൊടിയിടയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുക. അടുത്ത സംഭവിക്കുന്നത്, തൊട്ട് ചേർന്ന് സംഭവിക്കുന്നത്, ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരം. അത് ആ ഒരു ക്രമം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം എന്താ, മരിച്ചവർക്കാണ് ശരീരത്തിന്റെ വീണ്ടെടുപ്പിന്റെ പുത്രത്വം പ്രാപിക്കുന്നതിന് മുൻഗണന. അത് കഴിഞ്ഞിട്ട് തൊട്ട് പിന്നാലെ നടക്കുന്ന ഒരു ഇവന്റാണ് ഏത്? ഈ ജീവനോടെ ശേഷിക്കുന്നവരുടെ രൂപാന്തരം. ഇത് രണ്ടും തമ്മിൽ എത്ര ഗ്യാപ്പുണ്ട്? ഈ രണ്ട് കാര്യങ്ങൾക്കും ഇടയിൽ സംഭവിക്കേണ്ട വേറൊരു കാര്യമല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നതിന്റെ സാരം, മരിച്ച വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പിന് ഒരു കാഹളത്തിന്റെ ആ ഒരു സമയം ഉണ്ട് എങ്കിൽ ജീവനോടെ ശേഷിക്കുന്നവർക്ക് രണ്ടാമത് മറ്റൊരു കാഹളം ഇല്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരത്തിന് വേണ്ടിയിട്ട് ഒരു കാഹളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് രണ്ടും സംഭവിക്കുന്നത് അന്ത്യകാഹള നാദത്തിങ്കൽ തന്നെയാണ്. അത് വൺ ആഫ്റ്റർ ദി അതർ, അതായത് അത് ഷട്ട് എന്നും പറഞ്ഞിട്ട് ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് പൂർത്തീകരണത്തിലേക്ക് നടത്തി. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉയർത്തെഴുന്നേൽപ്പിക്കുക. ഒരുപക്ഷെ നാം എന്ത് ചിന്തിക്കുന്ന എല്ലാ പരിമിതികളും മാനുഷികമായിട്ടുള്ള പരിമിതികൾ മാത്രം. നാം വിചാരിക്കുന്നത് അതെങ്ങനെയാ എല്ലാവരെയും കൃത്യമായിട്ട് പേരൊക്കെ വിളിക്കണ്ടേ? നമ്മൾ പാട്ടൊക്കെ പേര് വിളിക്കുന്ന നേരം കാണും എൻ പേരും, പേരൊക്കെ 1, 2, 3, 4 ആരാണ് ഏതാണ് എന്നുള്ളത് ഒന്ന് കണ്ടെത്തി ഒന്ന് ആ ലിസ്റ്റിൻ പ്രകാരമൊക്കെ വരുമ്പോ, പണ്ടാരാട്ടോ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വിശ്വാസികൾക്ക് പ്രതിഫലം വീതം വയ്ക്കുവാൻ ഇത്ര വർഷം വേണം. എല്ലാവർക്കും ഒക്കെ വീതം വയ്ക്കണ്ടേ? പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്, ഓരോ വ്യക്തികളുടെ ഉള്ളിൽ തന്നിരിക്കുന്നത് ഒന്നുപോലും വിട്ടുപോകാതെ സകലരെയും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്.
അവിടെ പിന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സംശയം വല്ലതുണ്ടോ? ഇയാൾ രക്ഷിക്കപ്പെട്ടതാണോ? മനുഷ്യമായിട്ട് നാം പലപ്പോഴും പലരുടെ കാര്യത്തെക്കുറിച്ച് സംശയിക്കും. അത് കേവലം മനുഷ്യൻ. ദൈവത്തിന് ഒരു സംശയമില്ല കേട്ടോ. രക്ഷിക്കപ്പെട്ടവരാരാണ്, രക്ഷിക്കപ്പെട്ടവരാരല്ല, നമ്മുടെ നിഗമനങ്ങളുടെയും നമ്മുടെ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലല്ല. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു, അല്ലെ? തനിക്കുള്ളവരെ അറിയുന്നു. അതുകൊണ്ട് അവന്റെ ശബ്ദത്തിങ്കൽ, കർത്താവിന്റെ ശബ്ദത്തിങ്കൽ, ഗംഭീര നാദത്തിങ്കൽ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേൻ എന്നുള്ള ആ ഒരു വലിയ ആഹ്വാനത്തിന്റെ മുമ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സകല വിശുദ്ധന്മാരെയും ഒരു കുറവുമില്ലാത്തവരായിട്ട് തേജസ്സുള്ള ശരീരത്തോടുകൂടെ ഇതാ വെളിപ്പെടുത്തുവാൻ പോകും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ? ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം. ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം നമ്മൾ തൊട്ടു മുമ്പ് കണ്ടു, അല്ലേ? ആത്മാവിനെ ലഭിച്ചിരിക്കുന്ന നാം പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് നമ്മിൽ വസിക്കുന്നത്, അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ മുമ്പ് കണ്ടത്. പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പുത്രന്മാരും തന്നെയാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നതിന്റെ ഒരു പ്രത്യേക ഉദ്ദേശം എന്ന് പറയുന്നത് ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട്. പ്രിയമുള്ളവരെ, യേശു കർത്താവ് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം. അത് മരിച്ചവരിൽ നിന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശു കർത്താവ് മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായിട്ട് ഉയർത്തെഴുന്നേറ്റതാണ് പുത്രത്വത്തിന്റെ ആ ഒരു ഡിക്ലറേഷൻ ആയിട്ട് ദൈവവചനം പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാം എല്ലാവരും ഇന്ന് ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ പുത്രന്മാരാണ്. പുത്രത്വത്തിന്റെ ആത്മാവിനെ നാം ധരിച്ചിരിക്കുന്നു. എന്നാൽ അതിന്റെ കൺസമ്മേഷൻ എന്ന് പറയുന്നത്, അതിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് ശരീരത്തിന്റെ വീണ്ടെടുപ്പ് കൂടെ സാധിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ടാണ് പുത്രത്വത്തിന് ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാട്ടുന്നത്. അതിന്റെ അർത്ഥം തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൽ, 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രാണനും ദേഹവും ദേഹിയും അശേഷം അവന്റെ സന്നിധിയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ അനന്യമായിട്ട് വെളിപ്പെടുവാനായിട്ട്, അങ്ങനെ കാക്കപ്പെടുവാനായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം. 24-25 വാക്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അവിടെ അവതരിപ്പിക്കുന്നത്. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ നാം രക്ഷിക്കപ്പെട്ടത് കൃപയാലാണല്ലോ, നാം രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലാണല്ലോ, നാം രക്ഷിക്കപ്പെട്ടത് യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിലും അവന്റെ അടക്കത്തിലും ഉയർത്തെഴുന്നേൽപ്പിലുമുള്ള വിശ്വാസത്താലാണല്ലോ, നാം രക്ഷിക്കപ്പെട്ടത് വീണ്ടും ജനനത്താലാണല്ലോ, നാം രക്ഷിക്കപ്പെട്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണല്ലോ. ഇതെല്ലാം സത്യമായിരിക്കും. എന്നാൽ കേവലം അത്തരത്തിൽ ഒരു കാര്യം മാത്രമല്ല വീണ്ടെടുപ്പിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. രക്ഷ എന്ന് പറയുന്ന ദൈവിക പദ്ധതിയിൽ, വീണ്ടെടുപ്പ് വേലയിൽ കേവലം പാപത്തിൽ നിന്ന് രക്ഷിച്ച് ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല, പിന്നെയോ അതിനകത്ത് ഏത് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? പ്രത്യാശ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ രക്ഷയോടുള്ള ബന്ധത്തിൽ പ്രത്യാശയെ മാറ്റി നിർത്താൻ പറ്റില്ല. രക്ഷയിൽ നിന്ന് പ്രത്യാശ വേറിട്ട് നിൽക്കുന്നില്ല. പ്രത്യാശ മറ്റൊരു സംഭവമല്ല, ഇറ്റ്സ് എ പാക്കേജ്. രക്ഷയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യാശ എന്ന് പറയും. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് പ്രത്യാശ നഷ്ടപ്പെടുകയില്ല, അല്ലെങ്കിൽ പ്രത്യാശ ഇല്ലാത്ത അനുഭവം ഉണ്ടാകുകയില്ല. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവന്റെ മരണവും അവന്റെ പുനരുത്ഥാനവും അല്ലെങ്കിൽ അവന്റെ രൂപാന്തരവും അവന്റെ തേജസ്കരണവും ഉൾപ്പെടെയാണ് രക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ, ചൊവ്വാഴ്ചയുള്ള ബൈബിൾ ക്ലാസ്സിൽ ഇത്ര വലിയ രക്ഷ എന്ന് നമ്മൾ കണ്ടു. ആ രക്ഷയുടെ വലിപ്പം എന്ന് പറയുന്നത് കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത് ദൈവം അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, വീര്യപ്രവൃത്തികളാൽ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നത്, പിന്നെ അപ്പോസ്തലന്മാർ കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ. യെസ്, ആ രക്ഷ ഇത്ര വലിയ രക്ഷയായിരിക്കുന്നതിന് ഈ കാരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല, രക്ഷ ഇത്ര വലിയ രക്ഷയായിരിക്കുന്നതിന് കാരണമായിരിക്കണം. ഈ രക്ഷ ഇത്ര വലിയ രക്ഷയായിരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത്, ഒന്ന്, അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ദൈവമാണ്.
2 അതിന്റെ മീൻസ് എന്ന് പറയുന്നത് പുത്രന്റെ ക്രൂശ് മരണമാണ്. 3 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അത് പൂർത്തീകരിക്കുന്നത്. ഇതൊക്കെ ശരിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ രക്ഷയെക്കുറിച്ച് കേവലം വീണ്ടും ജനനം എന്ന് പറയുന്ന ആ ഒരു ഇവന്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവം മാത്രമല്ല, പിന്നെയോ പ്രത്യാശ ഉൾപ്പെടെയാണ് രക്ഷ എന്ത് ചെയ്തിരിക്കുന്നത്, രക്ഷ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഓക്കെ, രക്ഷ അല്ല, പ്രത്യാശ എന്ന് പറയുന്നത് രക്ഷയിൽ നിന്ന് മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ഒരു 2ാം തരമായിട്ടോ അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല. രക്ഷിക്കപ്പെട്ട ഏവർക്കും എന്തുണ്ട്? ആ പ്രത്യാശ ഉണ്ട്. ആ പ്രത്യാശയിൽ നാം എത്രത്തോളം ഉത്സുകരായിരിക്കുന്നു എന്നുള്ളത് വേറെ കാര്യം. എത്രത്തോളം നമ്മൾ ആസ്വദിക്കുന്നു, എത്രത്തോളം കാത്തിരിക്കുന്നു, എത്രത്തോളം ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ നമ്മുടെ ഉദാസീനത കൊണ്ട് എന്താ ഈ ഭാഗ്യകരമായ പ്രത്യാശയ്ക്ക് എത്തുവരുന്നില്ല, ഭംഗം വരും. അങ്ങനെ തന്നെയാണ് നമ്മൾ വചനം വായിക്കുന്നത്. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല എന്ന് നമുക്ക് റോമാലേഖനം 5-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. ഇറ്റ് ഈസ് അൺഫെയ്ഡിങ്. അത് ക്ഷയിച്ചു പോകുന്നതല്ല, അത് കാലക്രമേണ പഴകിപ്പോകുന്നതല്ല, അത് ഭംഗം വരുന്നതല്ല, അത് വാടിപ്പോകുന്നതല്ല, അത് ഇല്ലാതെ പോകുന്നതല്ല, കാലപ്പഴക്കം കൊണ്ട് അതിന് പഴക്കം ചെല്ലുന്നതല്ല. ഈ പ്രത്യാശയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പ്രത്യാശയാലാണ് എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്കകത്ത് ഏതുകൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും ഈ പ്രത്യാശയെക്കുറിച്ച് ഒരു ഇവന്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഒരു സംഭവമാണ് നമ്മുടെ പ്രത്യാശ. അതായത് കർത്താവ് 2ാമതായിട്ട് വരുമ്പോൾ, വീണ്ടും വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രത്യാശ. പക്ഷെ അതല്ല, സംഭവമല്ല. വിശ്വാസികളുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സബ്ജക്റ്റീവ് ഹോപ്പ്. പ്രത്യാശ എന്ന് പറയുന്ന ഒരു വിഷയത്തിലുള്ള ആശ്രയമല്ല, ഒരു സംഭവത്തിലുള്ള ആശ്രയമല്ല. പിന്നെയോ പ്രത്യാശ, നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഒബ്ജക്റ്റീവ് ഹോപ്പ്. അതിനൊരു ഒബ്ജക്റ്റീവ് ബേസിസ് ഉണ്ട്. എന്താണ് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം? നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം നമ്മുടെ എന്തെങ്കിലും ജീവിത വിജയമോ ജീവിത മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും മുഖാന്തരങ്ങളോ നമ്മുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങളോ ആയിരിക്കുന്നില്ല. പിന്നെയോ ഈ പ്രത്യാശ എന്ന് പറയുന്നത് രക്ഷ എപ്രകാരം ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു അതുപോലെയാണ് പ്രത്യാശയും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. പ്രത്യാശ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുകയാണ്. അല്ലെ? കൊലോസ്യർ 1:27 വാക്യത്തിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ആരാ? പ്രത്യാശയായ ക്രിസ്തു. അല്ലെ? തിമോഥെയോസിന്റെ 1-ാം ലേഖനം 1:1 വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ നമ്മുടെ പ്രത്യാശയായ യേശു ക്രിസ്തുവിന്റെയും കൽപ്പന പ്രകാരം. നമ്മുടെ പ്രത്യാശയായ യേശു ക്രിസ്തു. അപ്പൊ നമ്മുടെ പ്രത്യാശ എന്താണ്? നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിന്റെ വീണ്ടും വരവല്ല, കർത്താവിനെ തന്നെയാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് പ്രത്യാശ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യം ലഭിക്കുമെന്നുള്ള ഭാവികാല രൂപേണ അല്ല, പിന്നെയോ നമുക്ക് ക്രിസ്തുവിനെ ലഭിച്ചിരിക്കുന്നതിനാൽ ആ പ്രത്യാശ അവനിൽ അടിസ്ഥാനപ്പെട്ടിരിക്കാൻ ആ പ്രത്യാശയുടെ പൂർത്തീകരണത്തിലേക്ക് നാം നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നാം തെസ്സലോനിക്ക ലേഖനം 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. ശിരസ്ത്രമായിട്ട് ധരിക്കുവാനായിട്ട് തെസ്സലോനിക്ക ലേഖനത്തിൽ ആവശ്യപ്പെടുന്നത് എന്താ? രക്ഷയുടെ പ്രത്യാശ. അപ്പൊ രക്ഷയുടെ പ്രത്യാശ ശിരസ്ത്രം, ഹെൽമറ്റ് ആയിട്ട് രക്ഷയുടെ പ്രത്യാശ. അപ്പൊ ആ ഹെൽമറ്റില് രക്ഷ ഒന്ന് പ്രത്യാശ ഒന്ന് എന്ന് വേറിട്ട് കാണുവാൻ സാധ്യമല്ല. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനം ക്രിസ്തു ആയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിരിക്കുന്ന പ്രത്യാശയായിരിക്കാൽ അത് രക്ഷയിൽ നിന്ന് വേറിട്ട് കാണുവാനായിട്ട് നമുക്ക് സാധ്യമല്ല. ഔട്ട്സൈഡ് ക്രൈസ്റ്റ് there is no hope. ക്രിസ്തുവിന് പുറത്ത് ഒരു പ്രത്യാശ ഇല്ല. ലോകത്തിൽ മനുഷ്യർ പ്രതീക്ഷയും പ്രത്യാശയും എന്നൊക്കെ പറയുന്ന വാക്കിന് ആ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് പ്രതീക്ഷ എന്ന് പറയാം, അല്ലെങ്കിൽ പ്രത്യാശ എന്ന് പറയാം. എന്നാൽ ഒരു ദൈവത്തിന്റെ പ്രത്യാശ എന്ന് പറയുന്നത് ക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ടുള്ള പ്രത്യാശയാണ്.
ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അവൻ ക്രിസ്തുവിലായാൽ അവന് എന്തില്ല? ശിക്ഷാവിധി. ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ക്രിസ്തുവിലായാൽ അവൻ എന്തുണ്ട്? പ്രത്യാശ ഉണ്ട്, അല്ലെ? ഔട്ട്സൈഡ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന് പുറത്ത് എന്തില്ല? പ്രത്യാശയില്ല. പ്രിയമുള്ളവരെ, ക്രിസ്തുവിലാകാത്ത ഒരു വ്യക്തിക്ക് പ്രത്യാശയില്ല. ക്രിസ്തുവുള്ളവർക്ക് മാത്രമേ പ്രത്യാശ. കാരണം ക്രിസ്തു താൻ തന്നെ ആകുന്നു പ്രത്യാശ. അവനാകുന്നു മഹത്വത്തിന്റെ പ്രത്യാശ. ക്രിസ്തുവില്ലാത്തവന് പിന്നെ എന്താ ഉള്ളത്? യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു, പുത്രനില്ലാത്തവന് പിതാവില്ല. പുത്രനും പിതാവും ഇല്ലാത്തവന് പിന്നെ പരിശുദ്ധാത്മാവും ഇല്ല. പിന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇല്ലെങ്കിൽ പിന്നെ വീണ്ടെടുപ്പോ രക്ഷയോ ഒന്നും അവർക്കില്ല. ക്രിസ്തുവിന് പുറത്ത് ഹോപ്പില്ല, പ്രത്യാശയില്ല. അപ്പോ എന്ത് പ്രത്യാശയുണ്ടെങ്കിലും അത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിൽ. പഴയ നിയമ വിശുദ്ധന്മാർക്ക് പ്രത്യാശയുണ്ടോ? അവർക്ക് പ്രത്യാശയുണ്ടോ? അവർക്ക് പ്രത്യാശ ഉണ്ട്. അതുകൊണ്ടാണ് അവര് എന്ത് ചെയ്തിരിക്കുന്നത്? കർത്താവിനെ കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ലോകത്തിൽ അന്യരും പരദേശികളുമായിട്ട് ജീവിച്ചത്. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ നിന്ന അവർ വലിയ ധനമെന്നെണ്ണിയത്. അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള പ്രത്യാശയാണ്. അവർക്ക് ക്രിസ്തുവിന് പുറത്തൊരു പ്രത്യാശ ലഭ്യമല്ല. എന്ന് പറഞ്ഞാൽ ഒരുവൻ ആദാമിലാണെങ്കിൽ അവൻ എന്തില്ല? പ്രത്യാശയില്ല. സാധാരണ ലോകത്തിൽ പിറക്കുന്ന സകല മനുഷ്യരും ആദാമിലാണ്. സകല മനുഷ്യരും പാപികളാണ്. ആദാമിലാണ് ജനിക്കുന്നത്. എന്നാൽ അവൻ ക്രിസ്തുവിലായില്ലെങ്കിൽ, വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിച്ചില്ല എങ്കിൽ, അവൻ ക്രിസ്തുവിലായില്ല എങ്കിൽ അവന് പ്രത്യാശയില്ല. ക്രിസ്തുവിന് പുറത്ത് പ്രത്യാശ ഒരു വ്യക്തിക്ക് ലഭ്യമല്ല. രക്ഷയെക്കുറിച്ചും അങ്ങനെ തന്നെയാണ് പറയുന്നത്. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്ന് പറയുമ്പോൾ ഒരു നാമവും ഇല്ല തന്നെ. ക്രിസ്തുവിലാണ് രക്ഷ, ക്രിസ്തുവിലാണ് പ്രത്യാശ. ക്രിസ്തുവിന് പുറത്ത് വീണ്ടെടുപ്പുമില്ല, രക്ഷയുമില്ല, പ്രത്യാശയുമില്ല. ഇത് നാം അറിഞ്ഞിരിക്കണം. കാരണം ഇത് ദൈവിക പദ്ധതിയാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇനി എബ്രായ ലേഖനം 6:19 വാക്യം, ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും തിരച്ചിലേക്ക് അകത്ത് കടക്കുന്നതുമാകും. ഇവിടെ പ്രത്യാശ ഒരു നങ്കൂരമായിട്ട് ഉപമിച്ചിരിക്കുന്നു. എന്താ നങ്കൂരം എന്ന് നമുക്കറിയാം. ഒരു കപ്പലോ അല്ലെങ്കിൽ ജലത്തിൽ സഞ്ചരിക്കുന്ന ഏതെങ്കിലും ഒരു വാഹനമോ ബോട്ടോ എന്തോ ആയിക്കൊള്ളട്ടെ, അതിനെ കടലിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു ആങ്കർ, നങ്കൂരം. അത് ആഴത്തിൽ അതിടപ്പെട്ടതാണ്. അത് വളരെ ഭാരമുള്ള ഒരു നങ്കൂരമാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ഓളങ്ങളുണ്ടായാലും, കാറ്റും തിരമാല എന്ത് വന്നാലും അതിനെ അതിജീവിക്കുവാൻ അവിടെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു കാര്യം. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പ്രത്യാശയാലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരമാണ്. നമ്മെ ഒരു നങ്കൂരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇത് പ്രതീക്ഷയല്ല. ചിലപ്പോ സംഭവിക്കും, ചിലപ്പോൾ സംഭവിക്കാതിരിക്കും. അങ്ങനെയുള്ള ലോകമനുഷ്യരുടെ പ്രതീക്ഷയല്ല പ്രത്യാശ. ഓക്കെ, ഇറ്റ് ഈസ് കോൺഫിഡന്റ് എക്സ്പെക്ടൻസി. ഉറപ്പോടുകൂടെയുള്ള ഒരു പ്രതീക്ഷയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. സംഭവിക്കുന്ന ഉറപ്പുണ്ട്. എന്താ ഉറപ്പ്? ഉറപ്പ് ഈ നങ്കൂരമാണ്. എന്താ ഇത്? ആത്മാവിന്റെ ഒരു നങ്കൂരമാണ്. ഈ നങ്കൂരം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഇട്ടിരിക്കുന്ന ഒരു നങ്കൂരമല്ല, ഈ ഭൂമിയിൽ ഇട്ടിരിക്കുന്ന ഒരു ആങ്കർ അല്ല. അത് ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഈ ഭൂമിയിലല്ല. പിന്നെയോ ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം. അത് നിശ്ചയം, അത് ഉറപ്പുള്ളതാണ്, അത് നിശ്ചയമുള്ളതാണ്. പിന്നെ അത് തിരശ്ശീലയ്ക്ക് അകത്ത് കടക്കുന്നതാണ്. തിരശ്ശീലയ്ക്ക് അകത്ത് കടക്കുന്നത് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ അതിനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഒന്നാമതായിട്ട് അത് ക്രിസ്തുവിങ്കിലേക്ക് നമ്മെ ഉറപ്പിക്കുന്നതായിട്ടുള്ള ഒരു നങ്കൂരമാണ്. രണ്ട് എന്ന് പറയുന്നത് കേവലം ഇക്കാലത്തേക്ക് മാത്രമുള്ള ഒരു ഉറപ്പല്ല, പിന്നെയോ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ വരുവാനുള്ള നിത്യതയിലേക്ക് ഉറപ്പിക്കുന്ന. അപ്പൊ അതിന്റെ ആങ്കർ ഇട്ടിരിക്കുന്നത് എവിടെയാ? ഉറപ്പുള്ള ഒരു സ്ഥാനത്താണ്. അത് ക്രിസ്തുവിലാണ് ആ നങ്കൂരം ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ഈ പ്രത്യാശയ്ക്ക് എന്തെങ്കിലും
ഷാറ്ററിങ് സംഭവിക്കണമെങ്കിൽ, ഭംഗം സംഭവിക്കണമെങ്കിൽ, ഇത് നങ്കൂരമായിട്ട് ക്രിസ്തുവിൽ പിടിപ്പിച്ചിരിക്കിയാൽ ഈ പ്രത്യാശയ്ക്ക് എന്തെങ്കിലും ഭംഗം വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? നങ്കൂരം പൊട്ടണം, അല്ലെങ്കിൽ ക്രിസ്തു മാറിപ്പോകണം. ക്രിസ്തു മാറിപ്പോവുകയോ അല്ലെങ്കിൽ ഈ നങ്കൂരം ഉറപ്പില്ലാത്തതോ ആകുന്നുവെങ്കിൽ പ്രത്യാശയ്ക്ക് ഭംഗം വരും. എന്നാൽ രണ്ട് കാര്യം ഇവിടെ ഉറപ്പിച്ചിരിക്കുന്നു. ഒന്നെന്താ? അത് നിശ്ചയം. രണ്ട്, അത് തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കടക്കുന്നതാണ്. അപ്പോ ക്രിസ്തുവിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യാശ ക്രിസ്തു മാറാത്തവനാകയാൽ അതിന് ഇളക്കം ഇല്ല. ഇനി ഈ പ്രത്യാശ എന്ന് പറയുന്നത് നിശ്ചയമുള്ളതാണ്. അത് പൊട്ടിപ്പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഈ പ്രത്യാശ എന്ന് പറയുന്നത് അത് ആത്മാവിന്റെ ഒരു നങ്കൂരമാണ്. പ്രിയമുള്ളവരെ, ദൈവജനം എന്നുള്ള നിലയിൽ, ദൈവമക്കൾ എന്നുള്ള നിലയിൽ നാം പ്രത്യാശ ഉള്ളവരാണ്. പ്രത്യാശയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് ആത്മാവിന്റെ ഒരു നങ്കൂരമാണ്. ഇത് നാം ഉറപ്പിക്കേണ്ടതാണ്. നാം ഇളക്കപ്പെരുക്കത്തിൽ അകപ്പെടേണ്ടവരല്ല. നാം വിവിധ കാറ്റുകളാൽ ഭയചകിതരായിട്ട് തീരേണ്ടവരല്ല. ഈ പ്രത്യാശയെക്കുറിച്ച് ചോദ്യം ചോദിക്കുന്നവരോട് സൗമ്യതയോട്, സാവധാനതയോട് പ്രതിവാദം പറയാൻ ഒരുങ്ങിയിരിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇത് നിശ്ചയമുള്ള പ്രത്യാശയാണ്. ഇത് ക്രിസ്തുവിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യാശയാണ്. അതുകൊണ്ട് നമുക്കെന്താ? നമുക്കൊരു പ്രത്യാശയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രത്യാശ രക്ഷയിൽ നിന്ന് വേറിട്ട് കാണുവാനായിട്ട് നമുക്ക് സാധ്യമല്ല. വീണ്ടും തീത്തോസിന്റെ ലേഖനം 2:12 വാക്യത്തിൽ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തിയോടെ, സുബോധത്തോടുകൂടെ, നീതിയോടെ, ഭക്തിയോടെ, പ്രപഞ്ച മോഹങ്ങൾ വർദ്ധിച്ചിട്ട്, ഭക്തികേട് വർദ്ധിച്ചിട്ട് സുബോധത്തോടെ ജീവിക്കുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് ഈ പ്രത്യാശ എന്ന് പറയുന്നത്. ഈ ഭാഗ്യകരമായ പ്രത്യാശയ്ക്ക് ഇത് ഉറപ്പുള്ളതും ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടതുമായിരിക്കാൽ ഇതിന് പിന്നിൽ നമ്മിൽ ഒരു റെസ്പോൺസ് ഉണ്ടാകേണ്ടത് ആവശ്യം. ഈ പ്രത്യാശയ്ക്ക് അല്ലെങ്കിൽ പ്രത്യാശയുള്ള രക്ഷിക്കപ്പെടലിന് നമ്മിൽ നിന്നൊരു പ്രതികരണം ആവശ്യമാണ്. എന്താ? ഭക്തികേട് വർജിക്കണം, പ്രപഞ്ചമോഹങ്ങൾ വർജിക്കണം, സുബോധത്തോടെ, നീതിയോടെ, ദൈവഭക്തിയോടുകൂടെ ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് ഈ പ്രത്യാശ നമ്മെ ആഹ്വാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പ്രത്യാശ നമ്മെ പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഈ പ്രത്യാശ നമ്മിൽ നിന്ന് ഡിമാൻഡ് ചെയ്യും. നീതിയോടെ ജീവിക്കുവാൻ, ഭക്തിയോടെ ജീവിക്കുവാൻ, സുബോധത്തോടെ ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മിൽ ഉത്തരവാദിത്വം ഉണ്ടാക്കുന്നത് ഏതാ? പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പ്രത്യാശ നമ്മിൽ നിന്ന് ഒരു പ്രതികരണം ആവശ്യപ്പെടുകയാണ്. പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഏത് ഭാഗത്തോടും ചേർന്ന് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി, അല്ലെ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം മുഴുവൻ യേശു കർത്താവിന്റെ വരവിനെ കുറിച്ച്, മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച്, പുനരുത്ഥാന ശരീരത്തെക്കുറിച്ച്, മാത്രമല്ല അത് എപ്പോൾ സംഭവിക്കും, അപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞിട്ട് 15-ാം അധ്യായം അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, അല്ലെ, നമ്മുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് അതിൽ വർദ്ധിച്ചു വരുവാനായിട്ട് ആഹ്വാനം ചെയ്യുക. അപ്പൊ ഈ പ്രത്യാശ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം ഈ പ്രത്യാശ ഉറപ്പുള്ളതാക്കിയാൽ നമ്മിൽ നിന്ന് അത് പ്രതീക്ഷിക്കും. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം താൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കും. അപ്പൊ പ്രത്യാശ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ നമുക്ക് പാടുള്ളതല്ല. അത് സംഭവിക്കും, ഉറപ്പുള്ളതാണ്. എന്നാൽ നമ്മുടെ ഭാഗത്ത് ആ പ്രത്യാശ ഉണ്ട് എങ്കിൽ അതിനോടുള്ള പ്രതികരണം നാം കാണിക്കേണ്ടതാണ്. നാം വിശുദ്ധിയിൽ പുരോഗമിക്കുന്നവരായിട്ട് കാണേണ്ടതാണ്, അല്ലെ? കൊലോസ്യ ലേഖനം 3-ാം അധ്യായം, അല്ലെ, അവിടെയും ഇതേപോലെ പ്രത്യാശയെക്കുറിച്ച് അനേക കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങൾ മരിപ്പിപ്പിൻ. ഏതാ? ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള അവയവങ്ങളെ നിങ്ങൾ മരിപ്പിപ്പിൻ. എന്തുകൊണ്ടാ? നിങ്ങൾക്ക് ഒരു പ്രത്യാശയുണ്ട്.
ഈ പ്രത്യാശ നമ്മെ വിശുദ്ധ ജീവിതത്തിന് നമ്മെ പ്രേരിപ്പിക്കുന്നു. ഓക്കെ, ഇനി ഈ വാക്യത്തിലേക്ക് കടന്നു വരിക. ഈ പ്രത്യാശയെ കുറിച്ച് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രതികരണം ഇവിടെ പറയുന്നുണ്ടോ? പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, കാണുന്ന പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ എന്താ ഉത്തരവാദിത്വം? അതിനായി ക്ഷമയോടെ കാത്തിരിക്കും. കർത്താവിന്റെ വരവിനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായിട്ട് ക്ഷമയോടെ കാത്തിരിക്കുവാൻ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ? ചിലർ താമസമെന്ന് വിചാരിക്കുന്നവർ, ഓ കർത്താവേ നീ എന്തുകൊണ്ട് വരുന്നില്ല? ക്ഷമയോടെ, അക്ഷമരായിട്ട് തീരുവാൻ പാടുള്ളതല്ല. അതിനായിട്ട് ആകാംക്ഷയോടുകൂടെ, ദീർഘക്ഷമയോടുകൂടെ കാത്തിരിക്കുവാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു. വെയിറ്റിംഗ് ഫോർ. കാത്തിരിപ്പിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരുക്കം അതിന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞ അനേക ഉപമ ഈ പ്രത്യാശയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്, കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഉപമയിലൊക്കെ പറയുന്നത് കർത്താവിന്റെ വരവിന്റെ നാളും നാഴികയും നിങ്ങൾ അറിയാത്തത് കൊണ്ട് ഉണർന്നിരിപ്പിൻ, ഒരുങ്ങിയിരിപ്പിൻ, കാത്തിരിക്കുവിൻ. ഈ വാക്കുകളൊക്കെ ആവർത്തിച്ച് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഉണർന്നിരിക്കുക, ഒരുങ്ങിയിരിക്കുക. പലപ്പോഴും ചിന്തിച്ചിട്ട് ഈ ഒരു ആശയം പറയുന്നതിന് വേണ്ടി യേശു കർത്താവ് ഒരു വലിയ ഉപമ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 10 കന്യാകുമാരുടെ ഉപമ പറഞ്ഞിട്ടാണ് എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങള് എന്താ ഒരുങ്ങിയിരിപ്പിൻ, നിങ്ങൾ ഒരുക്കമില്ലാത്തവരെ പോലെ ആകരുത് എന്ന് പറയുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ താലന്തുകളുടെ ഉപമ പറഞ്ഞിട്ടോ, ദുഷ്ടദാസനെ എന്നുള്ള വിളി നിങ്ങൾക്ക് ഉണ്ടാകുവാൻ ഇടവരരുത്. നിങ്ങള് നല്ല ദാസനെ എന്നുള്ള വിളിക്കായിട്ട് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളിൽ മുന്നോട്ട് പോകുക. റെസ്പോൺസിബിലിറ്റി എപ്പോഴും പ്രത്യാശയുള്ള ബന്ധത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതാണ്. ക്ഷമയോടെ കാത്തിരിക്കുക. ഇനി മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? കാണുന്ന പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി പ്രത്യാശിക്കുന്നത് എന്ത്? നാം കാണാത്തതിനായി പ്രത്യാശ. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് നാം കാണാത്ത കാര്യത്തിനായിട്ട് പ്രത്യാശ. വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. അപ്പൊ കാണാത്ത കാര്യങ്ങൾക്ക് ഒരു നിശ്ചയമുണ്ട്, അതാണ് വിശ്വാസം. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എബ്രായലേഖനം 11-ാം അധ്യായത്തില് ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ പ്രത്യാശിക്കുന്നവർക്ക്, കാത്തിരിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നുവെന്നും അറിയേണ്ടതല്ലോ എന്ന് നാം വായിക്കുന്നുണ്ട് അല്ലെ? അപ്പോ അത് കാണാത്ത കാര്യത്തിന്റെ ഒരു ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുന്നത്. പ്രത്യാശ എന്ന് പറയുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? കാണാത്ത കാര്യത്തിന്റെ ഉറപ്പാണ്. ഇവിടെ പറഞ്ഞെന്താ? കാണുന്ന പ്രത്യാശയല്ല. റീസൺ പറഞ്ഞിട്ടുണ്ട്, കാണുന്നതിനായിട്ട് ഇനി പ്രത്യാശിക്കുന്നത്. നാം കാണാത്തതിനായിട്ടാണ് പ്രത്യാശിക്കുന്നത്. എന്താണ് കാണാത്തതിന് ഇത്ര ശ്രേഷ്ഠത ഉള്ളത്? കാണാത്ത കാര്യത്തിന് എന്താണ് ഇത്ര ശ്രേഷ്ഠതയുള്ളത്? കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 4-ന്റെ 18-ാമത്തെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച ഒരു ഭാഗമാണ്. നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് അവിടെ പരാമർശിച്ചിരിക്കുന്നത് കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം നോക്കട്ടെ, 17 വായിക്കുകയാണ്. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഗനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. കാണുന്ന കാര്യങ്ങൾ താൽക്കാലികമാണ്. കാണുന്ന കാര്യങ്ങൾക്ക് നിലനിൽപ്പില്ല. ശരിയാണോ ഈ സ്റ്റേറ്റ്മെന്റ്? കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഈ പ്രപഞ്ചത്തെ നോക്കുക, നിങ്ങൾ കാണുന്ന സകലത്തിലും എന്തുണ്ട്? ഒരു പരിധിയുണ്ട്, താൽക്കാലികമാണ് ആണേ. ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ കാണുന്നത് ഇതെല്ലാം താൽക്കാലികമാണ് അല്ലെ? കാണുന്ന സകലതും എന്താ? മാറിപ്പോകുന്നതാണ്. മാറിപ്പോകാത്ത എന്തുണ്ട് കാണുന്നതിൽ മാറിപ്പോകാത്തതായിട്ട് ഒന്നുമില്ല. അത് താൽക്കാലികമാണ് അല്ലെ? നാം കാണുന്ന സമ്പത്താകട്ടെ, നമ്മുടെ ആരോഗ്യമാകട്ടെ, നമ്മുടെ ശരീരമാകട്ടെ, നമ്മുടെ ഈ പറഞ്ഞതുപോലെ
നമ്മുടെ സ്വത്താകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നാം കാണുന്ന കാര്യങ്ങൾ ആകട്ടെ, ഇനി മറ്റു രാഷ്ട്രങ്ങളാകട്ടെ, സമൂഹങ്ങളാകട്ടെ, ഗവൺമെന്റ് ആകട്ടെ, ഭരണാധികാരികളാകട്ടെ, രാജാക്കന്മാരാകട്ടെ, ഇതെല്ലാം മാറിപ്പോകുന്നതാണ്. ഒന്നിനും സ്ഥായിയായ ഭാവമില്ല. ദാനിയേൽ പ്രവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആ സമ്മിശ്ര ലോഹ ബിംബത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ തങ്ക ശിരസും, അതുപോലെ അതിന്റെ വെള്ളി കൊണ്ടുള്ള, താമ്രം കൊണ്ടുള്ള, അതുപോലെ തന്നെ ഇരുമ്പ് കൊണ്ടുള്ള, മണ്ണും കളിമണ്ണും ഇരുമ്പും കൊണ്ടുള്ള സമ്മിശ്രമായിട്ടുള്ള ആ രാജ്യങ്ങളെ അല്ലെങ്കിൽ സിംഹാസനങ്ങളെയൊക്കെ കാണിച്ചിട്ട് പറയുകയാണ്, ഇതെല്ലാം എന്താ? താൽക്കാലികമാണ്. അതിന് സ്ഥായിയായിട്ടുള്ള നിലനിൽപ്പില്ല. ഇതാ ആകാശത്ത് നിന്ന് കൈതൊടാത്ത ഒരു കല്ല് പറഞ്ഞു വന്ന് അതിന്റെ ബിംബത്തിന്റെ ചുവട്ടിൽ അടിക്കുകയാണ്. അത് തകർന്നു പോവുകയാണ്. ആ കല്ല് ഏറ്റവും വലുതായിട്ടൊരു മഹാപർവ്വതമായിട്ട് തീർന്നു. എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യത്വത്തിലേക്ക് അത് വഴിമാറി കൊടുക്കുകയാണ്. അപ്പൊ ഇന്ന് കാണുന്ന എല്ലാ ഭരണവും അധികാരങ്ങളും താൽക്കാലികങ്ങളാണ്, മാറിപ്പോകുന്നതാണ്. അല്ലെ, ഈ ഒരു പാട്ടിങ്ങനെ പാടുന്ന, നിമിഷം തോറും മാറുന്ന മനുഷ്യരിൽ ഞാൻ ചാരുകയാണ്. മനുഷ്യന്റെ മാറ്റത്തെ കുറിച്ച്, മനുഷ്യൻ എന്തെങ്കിലും സ്ഥായിയായിട്ടുള്ള ഭാവം, അവൻ നിമിഷം തോറും മാറുന്നവനാണ്. അവന്റെ നിറം മാറും, സ്വഭാവം മാറും, അവന്റെ ഉറപ്പുകളെല്ലാം മാറും, അവന്റെ വാക്ക് മാറും. ഈ മൺമാറും വിൺമാറും, മർത്യരെല്ലാം മാറിപ്പോകും, എന്റെ യേശു വാക്ക് മാറാത്തോ, നമ്മൾ പാട്ടിൽ പാടാറുണ്ട്. അപ്പൊ കാണുന്നതെല്ലാം താൽക്കാലികമാണ്. ആകാശവും ഭൂമിയും ഒക്കെ കൊടുമുഴുക്കത്തോടെ അതിന്റെ ഒഴിഞ്ഞു പോവുകയും മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഒക്കെ ചെയ്യുകയാണ്. എല്ലാം താൽക്കാലികമാണ്. എന്നാൽ കാണാത്ത കാര്യങ്ങളാണ് നിത്യം. കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം. അതാണ് നിലനിൽക്കുന്നത്. ഇപ്പൊ കാണുന്നതിനൊന്നും നിലനിൽപ്പില്ല. പ്രിയമുള്ളവരെ, നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കാണാത്ത കാര്യങ്ങളുടെ പിന്നാലെ നാം പാഞ്ഞിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങൾക്ക് വില കൊടുക്കാതിരുന്നാൽ നാം മൂഢരായിട്ട് തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പലപ്പോഴും നമ്മെ പ്രലോഭിപ്പിക്കുന്ന, പിന്നാലെ വലിച്ചു കളയുന്ന, കാണുന്ന അനേക കാര്യങ്ങളുണ്ട്. അത് താൽക്കാലികം മാത്രമാണ്. അത് നമ്മെ വഞ്ചിക്കുന്നതാണ്. നിത്യതയോളം നിലനിൽക്കുന്ന കാര്യങ്ങളെ വിട്ടിട്ട് ഇതിന്റെ പിന്നാലെ നാം പോവുകയാണെങ്കിൽ നാം പലപ്പോഴും മഠയരായിട്ട്. കാണാത്ത കാര്യങ്ങൾ അതിന്റെ നിശ്ചയം, അത് പ്രത്യാശ കാണാത്ത കാര്യങ്ങളിലാണ് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രത്യാശ നമ്മെ എത്രത്തോളം ധനികരാക്കും, എത്രത്തോളം നാം അതിൽ സന്തോഷിക്കും, എത്രത്തോളം നാം അതിൽ ആവേശം കൊള്ളും. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കാണുന്നതിനായിട്ട് ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? ഒരുത്തൻ കാണുന്നതിനായിട്ട് ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായിട്ട് ക്ഷമയോടെ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ നിലയിൽ നമ്മുടെ പ്രത്യാശ നമ്മെ കൂടുതൽ മൂല്യമുള്ള കാര്യങ്ങൾക്ക്, നിലനിൽക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജീവിതചര്യയിലേക്ക് നമ്മെ നടത്തുവാനായിട്ട് ഇടയാകും. അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിന്റെ 26, 27 വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് നമ്മളുടെ കാണുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ സഹായിക്കുന്നു, നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. 26, 27 വാക്യങ്ങൾ വായിക്കുകയാണ്. അവിടെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഈ 2 വാക്യങ്ങള് വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. ഇവിടെ ഒരു ഞരക്കത്തെ കാണുവാൻ സാധിക്കും. 2 ഞരക്കങ്ങൾ മുമ്പ് നമ്മൾ കണ്ടു. സൃഷ്ടിയുടെ ഞരക്കവും അതുപോലെ ദൈവജനത്തിന്റെ ഞരക്കവും. എന്നാൽ ഇവിടെ ഒരു ഞരക്കമുണ്ട്. ഈ ഞരക്കം ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാണ്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഞരക്കമാണ്. ദൈവജനത്തിന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ആത്മാവിന് ഒരു ഞരക്കമാണ്. ഈ ഞരക്കം എന്ന് പറയുന്നത് നാം വിചാരിക്കുന്നത് പോലെ ശബ്ദത്തോടുകൂടെ അലർന്നതോ അത് നിലവിളിക്കുന്നതോ അല്ല. ഈ ഞരക്കം എന്ന് പറയുന്നത്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഞരങ്ങുന്നു. ആണോ? ഞരക്കങ്ങളാൽ, ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ. ഈ വാക്യമൊക്കെ ചിലരെടുത്തിട്ട് ആത്മാവിന്റെ ഞരക്കം അന്യഭാഷയാണെന്നും ആത്മാവിന്റെ ഞരക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തെളിവില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതാണെന്നും എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഈ ഞരക്കം അതല്ല. ആത്മാവിന്റെ ഞരക്കം എന്ന് പറയുന്നത് എന്താ? ഗ്രോണിങ്സ് എന്ന് പറയുന്നത് നിലവിളിയോ അയ്യവിളിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്താ പറയുന്ന അല്ലെങ്കിൽ ഉച്ചരിക്കുന്ന കാര്യം, ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? പക്ഷപാതം ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചുള്ള 1-2 കാര്യങ്ങൾ പ്രത്യേകിച്ച് ഓർത്തിട്ട് നമുക്ക് അതിന്റെ വിശദീകരണത്തിലേക്ക്. ആത്മാവ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ 2 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? 1, ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം, ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. 2-ാമത്തെ കാര്യം. 3-ാമത്തെ കാര്യം, ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നു. 3-ാമത്തെ കാര്യം, ആത്മാവ് എന്ത് ചെയ്യുന്നു? വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നു. 4, ആത്മാവിന്റെ ചിന്ത ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവൻ അറിയും. ആത്മാവിന്റെ ചിന്ത ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവൻ അറിയും. ഈ വാക്യം പറയുമ്പോൾ തുടക്കം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഔവണ്ണം തന്നെ, ഇൻ ദി സെയിം മാനർ, അല്ലെങ്കിൽ അതുപോലെ തന്നെ, ഔവണ്ണം തന്നെ ആത്മാവ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇതിനു മുമ്പുള്ള വാക്യവുമായിട്ട് അതിന് ലിങ്ക് ഉണ്ട്. എന്തുമായിട്ടാണ് ലിങ്ക്? ആത്മാവിന്റെ ശുശ്രൂഷകളെ കുറിച്ച് 8-ാം അധ്യായം വളരെ ഘോരഘോരം പ്രസംഗിക്കുകയാണ് അല്ലെ. ഒരു ദൈവവേദനിൽ ആത്മാവ് എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുകയാണ്. അനേക കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിൽ, അവന്റെ വിശുദ്ധീകരണത്തിൽ, പിന്നെ അവന്റെ സ്വഭാവ രൂപീകരണത്തിൽ, അവനെ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നതിൽ, ദൈവത്തിന്റെ മക്കളാണെന്ന് അവനെ ബോധ്യപ്പെടുത്തുന്നതിൽ, പിന്നെ അവന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന്റെ കാര്യത്തിൽ, ഇതിലൊക്കെ ആത്മാവിന് പങ്കുണ്ട്. ഔവണ്ണം തന്നെ. തീർന്നില്ല പരിശുദ്ധാത്മാവിന്റെ ദൗത്യം. തേജസ്കരണവും വിശുദ്ധീകരണവും വീണ്ടെടുപ്പും അതുപോലെ വിശ്വാസ ജീവിതത്തിന്റെ സകല കാര്യങ്ങളും ആത്മാവിനാൽ എന്ത് ചെയ്യപ്പെടുന്നു? കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നു, നയിക്കപ്പെടുന്നു, നിയന്ത്രിക്കപ്പെടുന്നു. തീർന്നില്ല. നമ്മൾ അറിയാതെ നമ്മൾ നടക്കുന്ന ഒരു ശുശ്രൂഷ. ഔവണ്ണം തന്നെ ആത്മാവ് ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്. ഇതുവരെ നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല. എന്താ? വിശ്വാസിയുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ആത്മാവ് ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്. അവന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് പക്ഷപാതം. ഈ പക്ഷപാതം ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? യേശു കർത്താവുണ്ട് അല്ലേ. പിതാവിന്റെ വലത്ത് ഭാഗത്ത് 34-ാം വാക്യം, 8:34, ക്രിസ്തുയേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ഓ ദൈവത്തിന്റെ സ്തോത്രം. സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് യേശു കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നമ്മുടെ പക്ഷത്തു നിന്ന് സംസാരിക്കുന്നു, നമുക്ക് വേണ്ടി വാദിക്കുന്നു, നമുക്ക് വേണ്ടി സദാ ജീവിക്കുന്നു, നമുക്ക് വേണ്ടി മഹാപൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നു, നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്ത് ഭാഗത്ത് എന്ത് ചെയ്യുന്നു? ആർഗ്യൂ ചെയ്യുന്നു. നമുക്ക് വേണ്ടി നിലപ്പിട്ട ശുശ്രൂഷ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൽ നമുക്കൊരു കാര്യസ്ഥനുണ്ട്, യേശു കർത്താവ്. ഭൂമിയിലോ നമുക്കൊരു പക്ഷപാതം ചെയ്ത വ്യക്തി. പക്ഷപാതം ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താ? ഇന്റർസീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് വേണ്ടി പകരമായിട്ട് നിന്നുകൊണ്ട് വാദിക്കുക, സംസാരിക്കുക, ഇന്റർസീഡ് ചെയ്യുക അല്ലെ. പക്ഷപാതം, കാര്യസ്ഥൻ, അഡ്വക്കേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു വ്യക്തിക്ക് വേണ്ടി പകരക്കാരനായിട്ട് നിന്നുകൊണ്ട് സംസാരിക്കുന്നവൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വിശ്വാസിയിൽ വസിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? പക്ഷപാതം ചെയ്യുന്നു, ഇന്റർസീഡ് ചെയ്യുന്നു, നമുക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നു. ഓ, പലപ്പോഴും നാം പ്രാർത്ഥനയിൽ ബലഹീനത ഉള്ളവരാണ്, മന്ദതയുള്ളവരാണ്,
മടുപ്പുള്ളവരാണ്. ഇവിടെ തന്നെ പറയുന്നുണ്ടല്ലേ, വേണ്ട പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആരായിന്നാ നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിഞ്ഞുകൂടാ, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാമെന്ന് പൗലോസ് പറഞ്ഞിട്ടില്ല. പൗലോസ് തന്നെ കൂടെ ഉൾപ്പെടുത്തി പറയാണ്, നാം അറിയുന്നില്ലല്ലോ അല്ലെ. യാക്കോബിന്റെ ലേഖനത്തില് അതിന്റെ 3-ാം അധ്യായത്തില് യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? നാം പലതിലും തെറ്റിപ്പോകും. അത് പറയുമ്പോൾ യാക്കോബ് തന്നെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. നാം പലതിലും തെറ്റിപ്പോകും, പ്രത്യേകിച്ച് വാക്കിലും തെറ്റിപ്പോകുന്നു അല്ലെ. നാം ബലഹീനരാണ് എന്നുള്ള കാര്യം നാം സമ്മതിച്ചേ മതിയാകും. ഇവിടെ ഇതാ, നമുക്കറിയില്ല, വേണ്ടും പോലെ പ്രാർത്ഥിപ്പാൻ നമുക്കറിയില്ല. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകള് നമ്മൾ വിചാരിക്കുക എന്തൊരു ഗംഭീരമായ പ്രാർത്ഥന, എന്തൊരു പ്രഗത്ഭമായിട്ടുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ വാചാലതയും വിശാലതയും ഭാഷാഭംഗിയും ഒക്കെ ഒരുപക്ഷെ നാം പ്രാർത്ഥനയുടെ മേന്മയായിട്ട് കണക്കാക്കാറ്. എന്നാൽ ആ പ്രാർത്ഥനകളെയൊക്കെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത് എന്താ? വേണ്ടും പോലെ പ്രാർത്ഥിപ്പാൻ നാം അറിയുന്നില്ലല്ലോ. എന്താ വേണ്ട പോലെ പ്രാർത്ഥിക്കുവാൻ നാം അറിയാത്തത്? അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥനാ വീരനല്ലേ? അപ്പോസ്തലന്റെ പ്രാർത്ഥനകളെല്ലാം ആത്മീയ ലക്ഷ്യങ്ങളല്ലേ? എപ്പോഴും പ്രാർത്ഥിക്കുന്ന സ്വഭാവം പൗലോസിനില്ലേ? എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വഭാവം പൗലോസിനില്ലേ? പൗലോസ് തന്നെ കൂടെ ഉൾപ്പെടുത്തി പറയുന്ന ഒരു കാര്യമാണ്. എന്താ? വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചു. കർത്താവ് അതിന് മറുപടിയും നൽകി. എങ്ങനെ പ്രാർത്ഥിക്കും? നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. എന്നാൽ ഇവിടെ എന്ത് പ്രാർത്ഥിക്കണം എന്നുള്ള വിഷയം, ദി കണ്ടന്റ് ഇസ് നോട്ട് ദി മോഡ് ഓഫ് പ്രയർ അല്ലെങ്കിൽ മോഡൽ ഓഫ് പ്രയർ. പ്രാർത്ഥനയുടെ മാതൃകയുടെ അറിവില്ലായ്മയല്ല, അതിന്റെ കണ്ടന്റ് എന്താണ് കർത്താവെ പ്രാർത്ഥിക്കേണ്ടത്. യാക്കോബ് അപ്പോസ്തലൻ ഇതൊക്കെ കണ്ടിട്ട് 4-ാം അധ്യായത്തില്, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നത്, നാം നമ്മുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകള് നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന് ഉയരുന്ന ശബ്ദങ്ങളല്ലേ? പ്രാർത്ഥന പലപ്പോഴും ആ നിലയിലല്ലേ? നമ്മൾ പ്രാർത്ഥനയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ വലിയ പ്രാർത്ഥനാ വീരനാണ് എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ളവരെ കൂടെ ഉൾപ്പെടുത്തി പൗലോസ് പറയുകയാണ്, വേണ്ടവണ്ണം പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ഇപ്പൊ ശരിയായ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനായിട്ട് വിശ്വാസി ഇന്ന് അശക്തനായിരിക്കുന്നു. കാരണം ആദ്യം പറഞ്ഞിട്ടുണ്ട്, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. നാം ബലഹീനരാണ്. ഒന്നാമതായിട്ട് നാം തിരിച്ചറിയേണ്ടത് ഇതാണ്, നാം ബലഹീനരാണ്. എന്ത് പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയില്ല. പലപ്പോഴും നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് കുറച്ച് വാക്കുകളാണ്. എന്നാൽ ഇവിടെ ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ. കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ഇതിനെപ്പറ്റി കുഞ്ഞോനുപ്പൻ എനിക്ക് തന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യനെ കുറിച്ച് ചർച്ച ചെയ്തു. പിന്നീട് ഞാൻ ദിവ്യമായിട്ട് ആ കാര്യം ചർച്ച ചെയ്തു. ദൈവസന്നിധിയിൽ എത്തുന്ന പ്രാർത്ഥനയെ കുറിച്ച് പലപ്പോഴും നാം അജ്ഞരാണ്. ശരിയല്ലേ? നാം വിചാരിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നും പറഞ്ഞ് തുടങ്ങി അവസാനം ആമേൻ പറയുന്നത് വരെയുള്ള എല്ലാ വാക്കുകളും അതുപോലെ സ്വർഗത്തിൽ മലയാള ഭാഷയിൽ കേൾപ്പിക്കുന്നതാണ് പ്രാർത്ഥന, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ കേൾപ്പിക്കുന്നതാണ് പ്രാർത്ഥന. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ മലയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ എത്തുന്ന പ്രാർത്ഥന മലയാളമാണോ? ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെത്തുന്ന പ്രാർത്ഥന ഇംഗ്ലീഷാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിൽ 3-ാം സ്വർഗത്തോട് എടുക്കപ്പെട്ട പൗലോസ് പറയുന്നുണ്ട്, സ്വർഗത്തിൽ ഞാൻ അറിയാത്തൊരു ഭാഷ കേട്ടു, അത് മനുഷ്യർക്ക് ഉച്ചരിച്ചുകൂടാനാകാത്ത ഭാഷയെന്ന്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, മനസ്സിലാക്കുന്ന ഭാഷ എന്താണ്? സ്വർഗത്തിലെത്തുന്ന പ്രാർത്ഥനയുടെ ഭാഷ എന്താണ്? എന്ത് സബ്സ്റ്റൻസ് ആണ് സ്വർഗത്തിൽ പ്രാർത്ഥനയായിട്ട് എത്തുന്നത്? പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ. ഒരു വാക്യം വായിക്കാം. ആ ചർച്ചയിൽ ഉടനീളം റഫർ ചെയ്ത വാക്യമാണ്. വെളിപ്പാട് പുസ്തകം
സ്വർഗത്തിലെത്തുന്ന പ്രാർത്ഥന എന്താണ്? സ്വർഗത്തിൽ പ്രാർത്ഥന എങ്ങനെ റിസീവ് ചെയ്യപ്പെടും, അതിന്റെ കണ്ടന്റ് എങ്ങനെയാണ് എന്നുള്ളത് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് പ്രാർത്ഥന. സ്വർഗത്തിൽ ദൈവം റിസീവ് ചെയ്യുന്ന പ്രാർത്ഥന. നമ്മൾ എങ്ങനെ പ്രാർത്ഥിച്ചാലും സ്വർഗത്തിലെത്തുന്ന സബ്സ്റ്റൻസ് അല്ലെങ്കിൽ കണ്ടന്റ് ഇതാണ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ വായിക്കും. അവൻ വന്ന സിംഹാസനത്തിൽ ഇരുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. ശ്രദ്ധിച്ചോണേ, ഓരോരുത്തൻ എന്ത് ചെയ്തു? 24 മൂപ്പന്മാരും 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എങ്ങനെയാണ് ദൈവസന്നിധിയിൽ എത്തുന്നത്? എങ്ങനെയാ? ധൂപവർഗം, ധൂപകലശം അല്ലെങ്കിൽ സ്മെല്ലിംഗ് സേവർ. ധൂപവർഗം എന്ന് പറഞ്ഞ പൊൻകലശം. സങ്കീർത്തനത്തിൽ അങ്ങനെ തന്നെ ഒരു വാക്യമുണ്ട്, എന്റെ യാചന ദൈവസന്നിധിയിൽ ധൂപമായും ഞാൻ സങ്കടം ഉണർത്തിക്കുന്നത് സദ്യായാഗമായിട്ടും തീരട്ടെ. അപ്പൊ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്ന ധൂപമായിട്ടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് ഈ പറഞ്ഞതുപോലെ മത്ബഹയില് ഇങ്ങനെ കുന്തിരുക്കോട്ട് പുകയ്ക്കുന്ന ഈ പുകയായിട്ട് എത്തുന്നു. ഒരു കലശത്തിനകത്ത് ധൂപവർഗം നിറച്ചിരിക്കുന്ന ആ ഒരു സബ്സ്റ്റൻസ് ആയിട്ട് അല്ല, അങ്ങനെയല്ല. അതിന്റെ ആശയം എന്ന് പറയുന്നത് സ്വർഗത്തിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എങ്ങനെയാ എത്തുന്നത്? സൗരഭ്യമുള്ളതായിട്ട്, സ്വീകാര്യമായിട്ട്, പ്ലസന്റ് ആയിട്ട്, എല്ലാവർക്കും ആസ്വാദ്യകരമായിട്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ പിതാവിന്റെ മുമ്പാകെ പ്രസന്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. ഇത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ എത്തപ്പെടുന്നത് എന്താണ്? വാക്കുകളല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് എന്താ? ആസ്വാദ്യകരമായിട്ടുള്ള ധൂപവർഗത്തിന്റെ ആ ധൂപം പോലെ ദൈവം മുമ്പാകെ ഉണർത്തിക്കപ്പെടുന്ന ആശയങ്ങളാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ആത്മാവിന്റെ ഭാഷ എന്താണ്? ആത്മാവിന്റെ ഭാഷയാണ് ഇവിടെ പറഞ്ഞത്. ഏതാ? പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുന്നത് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഹൃദയത്തിന്റെ ആ ഫീലിങ്സ് ആകത്തുകയാണ്. ഞരക്കങ്ങളായിട്ടാണ് എത്തുന്നത്. അല്ലാതെ മെഗാഫോണിലെ വാഗ്ധോരണിയായിട്ട്, ശബ്ദമായിട്ട്, അല്ലെങ്കിൽ വിവിധ ഭാഷ അല്ലല്ല. ദൈവസന്നിധിയിൽ എത്തുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് അക്ഷരങ്ങളല്ല, വാക്കുകളുമല്ല, പിന്നെയോ ഹൃദയത്തിന്റെ അവസ്ഥകളാണ്, ഹൃദയത്തിന്റെ അനുഭവങ്ങളാണ്. ഇവിടെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ ആശയം എന്ന് പറയുന്നത് നമ്മുടെ ഡീപ്പ് ഫീലിങ്സ് ആണ് ദൈവസന്നിധിയിൽ എത്തുന്നത്, പ്രാർത്ഥനയായിട്ട് എത്തുന്നത്. ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് പ്രാർത്ഥനയായിട്ട് എത്തുന്നത്. ആത്മാവിന്റെ ചിന്തയാണ് പ്രാർത്ഥനയായിട്ട് എത്തുന്നത്. ശ്രദ്ധിച്ചോളൂ, ആത്മാവിന്റെ ചിന്തകളാണ് പ്രാർത്ഥനയായിട്ട് എത്തുന്നത്. നാം ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത് നമ്മുടെ വാക്കുകളാണ് പ്രാർത്ഥന. ഇല്ല, ഈ വാക്കുകൾ ഒരുപക്ഷെ നാം പരസ്പരം ആമേൻ പറയാൻ വേണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടിട്ട് ആമേൻ പറഞ്ഞിട്ട് അതിനോട് ചേർന്ന് ആ പ്രാർത്ഥന അല്ലെങ്കിൽ ആ ആഗ്രഹം, ആ ചിന്ത മറ്റുള്ളവരുടെ ഹൃദയത്തിലും അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ വരുന്നതാണ് ഭാഷയും ശബ്ദവും ഒക്കെ. എന്നാൽ ഇത് ദൈവസന്നിധിയിൽ പ്രസന്റ് ചെയ്യപ്പെടുന്നത് എന്തായിട്ടാണ്? ധൂപമായിട്ടാണ്, അല്ലെങ്കിൽ സ്വീകാര്യമായിട്ടുള്ള സ്വീറ്റ് സേവറിങ് സ്മെല്ലായിട്ടാണ്. ഇതെങ്ങനെയാ അവിടെ എത്തുന്നത്? ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അതിലെ ബലഹീനതകളും കുറവുകളും ഒക്കെ പരിഹരിക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന് തുണ നിൽക്കുന്നു. എന്താ തുണ നിൽക്കുക എന്ന് പറഞ്ഞാൽ? തുണ നിൽക്കുക എന്നാൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. ഞാൻ ഒരാളെ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ വെറുതെ ഇരുന്നു, ഞാൻ ചെന്ന് മുഴുവൻ കാര്യം ചെയ്തു എന്നാണ്. തുണ നിൽക്കുക, തുണ.
തുണ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് സഹായകരമായിട്ട് വർത്തിക്കുകയാണ് തുണ നിൽക്കുക. ശരിയാണ്. അപ്പൊ പ്രാർത്ഥനയിൽ ഞാൻ മിണ്ടാതിരുന്ന അത് ഈ ദൈവത്തിന്റെ ആത്മാവ് രാവിലെയും വൈകുന്നേരവും എന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചോളൂ, അങ്ങനെ ചിന്തിക്കേണ്ടത്. ആത്മാവ് താനും ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളും. രാവിലെ 6 മണിക്കും നമ്മൾ ഉറങ്ങുമ്പോഴും വൈകുന്നേരം 7 മണിക്കും ഒക്കെ ദൈവത്തിന്റെ ആത്മാവില്ല. പ്രാർത്ഥനയ്ക്ക് തുണ നിൽക്കുകയാണ് പരിശുദ്ധാത്മാവ്. എന്ന് പറഞ്ഞാൽ വേണ്ട പോലെ പ്രാർത്ഥിക്കുവാൻ എനിക്ക് അറിയാത്തത് കൊണ്ട്, എന്റെ ബലഹീനത നിമിത്തം ശരിയായിട്ട് പ്രാർത്ഥിക്കുവാൻ എനിക്ക് സാധിക്കാതെ വരുന്നത് കൊണ്ട്, ദൈവത്തിന്റെ ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ അതിനെ ദൈവസന്നിധിയിൽ പ്ലീസിംഗ് ആയിട്ട്, അക്സെപ്റ്റബിൾ ആയിട്ട്, സ്വീകാര്യമായിട്ട് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട 1-2 വസ്തുതയാണ്. All of us are weak. നാം എല്ലാവരും ബലഹീനരാണ്. ഓക്കെ, all of us എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരും ഒഴിവുള്ളവരല്ല. നാം ബലഹീനരാണ് എന്നുള്ള കാര്യം ഒന്നാമത് നാം സമ്മതിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആരും എടുക്കരല്ല. ദൈവം മുമ്പാകെ എന്നെ പിരിച്ച് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ, കർത്താവ് എനിക്ക് ചിലതൊക്കെ കഴിയുമെന്ന് നാം ചിന്തിക്കേണ്ടതില്ല. ഒന്നും കഴിയുകയില്ല, ബലഹീനരാണ് ആ അർത്ഥത്തിൽ, അല്ലെ? ഏലിയാവിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനാ വീരനാണല്ലേ. പ്രാർത്ഥനയാൽ തീ ഇറക്കുകയും മഴ ഇറക്കുകയും മഴ നിർത്തുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണല്ലേ. ആണ്. ഏലിയാവിന്റെ ബലഹീനതയെ കുറിച്ച് ചിന്തിച്ചു. ഏലിയാവ് ബലഹീനനായി പോയ പ്രാർത്ഥനയിലാണ്. എങ്ങനെ അറിയാം? മതി കർത്താവേ, ഇപ്പോൾ മതി കർത്താവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും മെച്ചമല്ലല്ലോ. പ്രാർത്ഥനയിൽ ഏലിയാവിന്റെ ബലഹീനത തുറന്നു കാട്ടപ്പെടും. അപ്പൊ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യിച്ച ദൈവം, പ്രാർത്ഥിച്ചപ്പോൾ മഴ നിർത്തിയ ദൈവം, പ്രാർത്ഥിച്ചപ്പോൾ തീ ഇറക്കിയ ദൈവം, ഈ പ്രാർത്ഥന കേട്ടിട്ട് ശരി, ഏലിയാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അതുകൊണ്ട് ഏലിയാവ് എന്നിന്റെ ജീവനെ ഞാൻ ഇങ്ങ് എടുത്തുകൊള്ളുക എന്ന് ദൈവം തീരുമാനിച്ചോ? എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ എന്ത് ചെയ്യുന്നു? അതിനെ ദൈവഹിതപ്രകാരം ദൈവസേനയിൽ അർപ്പിക്കും. ഇതാണ് പ്രാർത്ഥനയുടെ ഒരു ശ്രേഷ്ഠത നാം മനസ്സിലാക്കുക. നമ്മൾ എന്തൊക്കെ പൊട്ടത്തരമാണ് ദൈവസേനയിൽ വെച്ച് പറയുന്നത്. സബതി മക്കളുടെ അമ്മ, രണ്ടും പറഞ്ഞിട്ടുണ്ട്. അതായത് നാം മർക്കോസിന്റെ സുവിശേഷത്തിൽ സബതി മക്കളാണ് കർത്താവിനോട് വന്ന് പറയുന്നത്. മത്തായി സുവിശേഷത്തിൽ എനിക്ക് തോന്നുന്നു സബതി മക്കളുടെ അമ്മ വന്ന് പറയുന്നത്, കർത്താവേ, നിന്റെ രാജ്യത്തിൽ എന്റെ മകളില് ഒരാള് എവിടെ ഇടത്ത് ഒരാള് വലത്ത് ഇരിക്കണം. അതിന് നല്ല അപേക്ഷ. കർത്താവ് പറയുന്ന മറുപടി, നീ യാചിക്കുന്നത് എന്തെന്ന് നീ അറിയുന്നില്ല, നീ അറിയാതെയാണ് യാചിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം അറിയാതെ ഇങ്ങനെ പലതും യാചിച്ചിട്ടുണ്ട്. ആത്മഹത്യാപരമായ, നമുക്ക് തന്നെ ദോഷകരമായ, ദൈവനാമത്തിന് മഹത്വം വരാത്ത അനേക കാര്യങ്ങൾ നാം അപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അപേക്ഷകളെല്ലാം ദൈവം ഉത്തരം നൽകാതിരിക്കുന്നത് എന്തുകൊണ്ട്? നാം ബലഹീനരാകിയാൽ, വേണ്ടുവണ്ണം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്ന് നാം അറിയാത്തവരാകിയാൽ, ദൈവത്തിന്റെ ആത്മാവ് അതിനെ എന്ത് ചെയ്യുന്നു? ആ പ്രാർത്ഥനകളെ ദൈവഹിതപ്രകാരം സമർപ്പിക്കുന്നു. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു എന്ന് മാത്രമല്ല, തുണനിൽക്കുന്നു എന്ന് മാത്രമല്ല. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥനയിൽ തുണനിൽക്കണമെങ്കിൽ മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് ഈസ് ആൻ എൻറ്റിറ്റി, ഈസ് ആൻ ഐഡന്റിറ്റി വിത്ത് വിൽ, ഇമോഷൻ ആൻഡ് മൈൻഡ്. മനസ്സും ഇച്ഛാശക്തിയും അതുപോലെ തന്നെ ഇമോഷൻസ്, ഇതൊക്കെ ഉള്ള ഒരു വ്യക്തിത്വമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പലപ്പോഴും ചില സമൂഹങ്ങളൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വെറും ശക്തിയായിട്ടും പരിഗണിക്കാറുണ്ട്. എന്നാൽ അല്ല, ദൈവത്വത്തിൽ ഒരു കുറവും സംഭവിക്കാത്ത, ആളത്വത്തിലും വ്യക്തിത്വത്തിലും ദൈവത്തിന് സമനായ, പുത്രന് തുല്യനായ, പിതാവിന് തുല്യനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമുക്ക് പകരമായിട്ട് എന്ത് ചെയ്യുന്നു? ഇന്റർസീഡ് ചെയ്യുന്നു. നമുക്ക് പകരമായിട്ട് നമുക്ക് വേണ്ടി സംവദിക്കുന്നു.
ഞരക്കങ്ങളാൽ ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ ഉണർത്തിക്കുന്നു എന്ന് പറയുന്നതിനാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ആത്മാവിന്റെ സംവേദനങ്ങൾ സ്പന്ദനമായിട്ട് ദൈവസന്നിധിയിൽ എത്തിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആത്മാവ് മുരളുകയോ അലറുകയോ ചെയ്യുന്നില്ല. അത് ധൂമമായിട്ട് ദൈവസന്നിധിയിൽ എത്തിക്കുന്ന ദൗത്യം ആത്മാവ് നിർവഹിക്കുന്നു. പ്രാർത്ഥനയിലെ കുറവുകളെ പരിഹരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. മറ്റൊരു കാര്യം, അക്കോർഡിംഗ് ടു ദി വിൽ ഓഫ് ഗോഡ്, ദൈവഹിതപ്രകാരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മെ സഹായിക്കും. ഞാൻ കൂടുതൽ വിശദമാക്കേണ്ടതില്ലല്ലോ. ദൈവത്തിന്റെ ഹിതം അത് ഒരുപക്ഷെ നമുക്ക് അറിവില്ലാതിരിക്കുമ്പോൾ നാം അജ്ഞരായിട്ട് ഒരുപക്ഷെ പിടിവാശിയോടുകൂടെ പ്രാർത്ഥിച്ചു എന്ന് വന്നേക്കും. എന്നാൽ ആ പിടിവാശികളെ ദൈവഹിതം എന്താണെന്ന് അതിനനുസരിച്ച് നമുക്ക് പകരമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ എത്തിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തുന്ന കാര്യവും ദൈവത്തിന്റെ മറുപടിയും ഉറപ്പിക്കുന്നു. ഈ പ്രാർത്ഥനകളെ, ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനകളെ ദൈവത്തിന് സ്വീകരിക്കാതിരിക്കുവാൻ സാധ്യത. അഗസ്റ്റിനെ കുറിച്ചൊരു ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദൈവഭക്തനായ അഗസ്റ്റിൻ, തന്റെ മദർ മോണിക്ക. അഗസ്റ്റിന്റെ ബാല്യകാലത്ത് ഈ മകൻ മാനസാന്തരപ്പെടുവാനായിട്ട് അനേക നാളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവൻ വീണ്ടും തന്റെ പാപത്തിലും ദുഷ്ടതയിലും തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ മകൻ വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ ഇറ്റലിക്ക് പോകുന്നു, അവിടെ കൂടുതൽ പാപത്തിന് അല്ലെങ്കിൽ ദുഷ്ടതയിൽ വർദ്ധിച്ചു വരുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഈ അമ്മ വല്ലാതെ വിഷമിച്ചു. ദൈവസന്നിധിയിൽ ഈ അമ്മ പ്രാർത്ഥിക്കുകയാണ്, അല്ലയോ ദൈവമേ, അവനെ അങ്ങോട്ട് വിടരുതേ, അവൻ നശിച്ചു പോകും, അവൻ വീണ്ടും പാപത്തിൽ മുതിർന്നു വരും, അവൻ രക്ഷിക്കപ്പെടണം, അവൻ ഇവിടെ തന്നെ ആയിരിക്കണമെന്ന് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. എന്നാൽ സംഭവിച്ചത്, ഇറ്റലിയിലേക്ക് കടന്നുപോയ ഈ അഗസ്റ്റിൻ അവിടെ ചെന്ന് മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, ദൈവഭൃത്യനായിട്ട് തീർന്നു. ദൈവ വേലയ്ക്ക് വേണ്ടി അവൻ വേർതിരിഞ്ഞു. ഈ അമ്മയുടെ പ്രാർത്ഥന എങ്ങനെയാണ് ദൈവസന്നിധിയിൽ എത്തിയത്? ഇറ്റലിക്ക് പോകുന്നത് പാപകരമാണ്, ദോഷകരമാണ് എന്ന് അമ്മ ധരിച്ചിരുന്നു. ദൈവത്തിന്റെ ഹിതത്തെക്കുറിച്ച് അമ്മയ്ക്ക് അറിവില്ലായിരുന്നു. ഈ അമ്മ പ്രാർത്ഥിച്ചത് ഇറ്റലിയിലേക്ക് എന്റെ മകനെ വിടരുതേ എന്നായിരുന്നു. എന്നാൽ ഈ പ്രാർത്ഥന ദൈവകൃത പ്രകാരം എങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാറ്റി? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിന്നുകൊണ്ട് ദൈവഹിത പ്രകാരം നമ്മുടെ ഹൃദയമായിട്ടുള്ള ആഗ്രഹത്തെ, അതായത് ദൈവഹിത പ്രകാരമുള്ള ആഗ്രഹത്തെ പക്ഷം പിടിച്ച് അതിനുവേണ്ടി ദൈവാത്മാവ് നമുക്ക് വേണ്ടി വാദിച്ചു. എന്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കും. പ്രാർത്ഥനയ്ക്ക് തുണ നിൽക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഒരു വാക്ക് കൂടെ അതിനോട് ചേർന്ന് പറഞ്ഞിട്ടുണ്ട്. ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ ആരായുന്നവനാണ്. സ്വർഗത്തിലെ പിതാവായ ദൈവം ഹൃദയങ്ങളെ ആരായുന്നവനാണ്. അവൻ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവനാണ്. അവൻ വാക്കുകളേക്കാൾ ഉപരിയായിട്ട് ഹൃദയത്തിന്റെ തലങ്ങളിൽ പ്രാർത്ഥനയെ ട്രീറ്റ് ചെയ്യുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന എവിടെ നിന്നായിരിക്കണം? ആത്മാവിൽ നിന്നായിരിക്കണം. ഹൃദയത്തിന്റെ അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ ഉള്ളറകളിൽ നിന്നായിരിക്കണം. അതാണ് പ്രാർത്ഥന. വാക്കുകളോ നാവുകളോ അതിന് എന്തായിരിക്കുന്നില്ല, അതിന് അടിസ്ഥാനമായിരിക്കുന്നു. ശരിയാണ്, പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നത് വാക്കുകൾ തന്നെയാണ്. സമൂഹമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മുടെ ആശയങ്ങളെ പങ്കുവയ്ക്കുന്നത് വാക്കുകൾ തന്നെയാണ്. എന്നാൽ ദൈവസന്നിധിയിൽ എത്തുന്നത് നമ്മുടെ ഹൃദയത്തിലെ യാതനകളും ഹൃദയത്തിലെ വേദനകളുമാണ്. കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞപ്പോൾ സജി മാത്യു സോറൻ ഇങ്ങനെ പറയുകയുണ്ട്. കോവിഡിന്റെ ആ ബാധയ്ക്കകത്ത് ആയിരുന്നപ്പോൾ വളരെ ആശങ്കകളും വളരെ വേദനകളും വളരെ അസ്വസ്ഥതകളും ആകുല ചിന്തകളും അനുഭവിക്കുന്ന വേളയിൽ ദൈവജനമെല്ലാം പ്രാർത്ഥിക്കുന്നു. എന്നാൽ വളരെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരുപക്ഷെ വാക്കുകൾക്ക് സ്ഥാനമില്ലെങ്കിൽ കൂടെയും ദൈവദാസന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും ഭാരവും അതേ ആക്കത്തിലും തൂക്കത്തിലും ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിച്ചത് ആരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഒരുപക്ഷെ വാക്കുകൾക്ക് സ്ഥാനമില്ലെങ്കിൽ കൂടെ ഹൃദയത്തിന്റെ പരിവേദനകളും ഹൃദയത്തിന്റെ നിലവിളികളും വേദനകളുമൊക്കെ ആത്മാവ് അതേ അളവിൽ ഒപ്പിയെടുക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയുക. അതുകൊണ്ടാണ് എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ഏതു സമയത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്ന് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അതെങ്ങനെയാ സാധിക്കുന്നത്? അതൊരു മനോഭാവമാണ്. അത് ഹൃദയത്തിന്റെ ഒരു മനോഭാവമാണ്.
അത് ആത്മാവിന്റെ ചിന്തയാണ്. അത് ഹൃദയങ്ങളെ ആരായുന്നവൻ അറിയുന്നു എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം അതാണ് ഗ്രഹിച്ചെടുക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഞരക്കങ്ങളാൽ ഈ വേദനകളെയും ഈ ഹൃദയത്തിന്റെ ഭാരത്തെയും ഒക്കെ അതേ അളവിൽ ദൈവസന്നിധിയിൽ പ്രസന്റ് ചെയ്യും. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രോത്സാഹിപ്പിക്കും. നമുക്ക് അനേക കുറവുകൾ, പോരായ്മകൾ പറയുവാനായിട്ട്, അനേക എക്സ്ക്യൂസുകൾ പറയുവാനായിട്ട്, എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പക്ഷപാതത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി വാദിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ചിന്തകൾ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്തുമാറാകട്ടെ, ഉണർത്തുമാറാകട്ടെ. വേണ്ടും പോലെ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളതിനാൽ നമുക്ക് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ദൈവസേനയിൽ പ്രാർത്ഥനാ നിരതനാകാം. അത് ധൂപമായിട്ട്, സന്ധ്യായാഗമായിട്ട് പിതാവിന്റെ മുമ്പാകെ പ്രസന്റ് ചെയ്യട്ടെ. അത് ദൈവം കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുമാറാകട്ടെ. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.